മലപ്പുറത്തെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിനിരയായി പണം നഷ്ടമായവർക്ക് ഇടനിലക്കാരൻ്റെ ഭീഷണി പിന്നാലെ. പരാതിയുമായി മുന്നോട്ട് പോയാൽ വീട്ടിൽ കയറി കുത്തി മലത്തിക്കളയുമെന്ന് ഇടനിലക്കാരൻ ഷറഫ് അലിയുടെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം 24-ന് കിട്ടി. ഞാൻ ഇപ്പൊ എന്റെ അടുത്തേക്ക് വരാം, ഇവിടെ ഉള്ള ചവിടുക്കി മാന്യം മര്യാദയായിട്ട് വർത്താനം പറഞ്ഞോട്ടെ. ഇനി വരാനുള്ളടത്തോളം ഒന്നും വരാനില്ലാച്ചിട്ട് അടക്കാണ് ഞാൻ. കുത്തിയാണ് മലത്തും അന്നെ വെല്ലു വിളിച്ചാലേ മെല്ലെ വിളിച്ചാണ്. മാട്ടിൽ ഫാമിലിപ്പെട്ട ആളല്ലേ. ഞാൻ കോടികൾ കട്ടിക്കണെന്ന് പറഞ്ഞുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നെ തല ചിലപ്പോ ഞാൻ കൊച്ചു. ഞാൻ കുഞ്ഞാവുടെ മകനാണെങ്കിൽ ഇത് ഒടുങ്ങാടൻ ബ്രായൻ ആണെങ്കിൽ എന്റെ പേരിൽ ഇന്ന് ഞാൻ കേറിയിട്ട് അവിടെ പോയി കാണാൻ എനിക്ക് നല്ല പോലെയാണ് സർപ്പൽ, നല്ല പോലെയാണ് നായ്ക്കോലം കെട്ടുകയാണെങ്കിൽ. ഇത് മൊത്തം കൂവല. നിങ്ങൾക്ക് മനസ്സിലായല്ലേ? കൂവലെന്ന് പറഞ്ഞാൽ ഒന്നാന്തരം തെറിയ. മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ ഖരീം നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സമീർ. ഈ ഷറഫ് അലി കുറച്ച് അപകടമാണല്ലോ. അതേ സ്കാൻ, കഴിഞ്ഞ ദിവസമാണ് ഈ ഷറഫ് അലിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു തട്ടിപ്പിൻ്റെ കാര്യം 24 പുറത്തുവിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ ഈ ഇടനില പണം നഷ്ടമായ ആളുകൾക്കാണ് വലിയ തരത്തിലുള്ള ഭീഷണി സന്ദേശം ഈ ഷറഫ് അലിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നിക്ഷേപകർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു നിക്ഷേപകന് വലിയ രീതിയിൽ പണം നഷ്ടമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയൊക്കെ തന്നെ മാറ്റിവെച്ച ഒരു പണമായിരുന്നു ഈ കമ്പനിയിൽ നിക്ഷേപിക്കുകയും അത് നഷ്ടമാവുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇത് ചോദിച്ചപ്പോഴാണ് ഈ ഷറഫ് അലിയുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള ഭീഷണി ഉണ്ടായത്. ഇദ്ദേഹം നാട്ടിൽ താമസിക്കുന്നയാളല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം മാത്രമാണ്, ഇബ്രാഹിമിൻ്റെ കുടുംബം മാത്രമാണ് നാട്ടിൽ താമസിക്കുന്നത്. അദ്ദേഹത്തെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. താൻ നാട്ടിലല്ലോ, ഞാൻ തൻ്റെ വീട്ടിലേക്ക് കയറി വരും, വീട്ടിൽ കയറി കുത്തി മലർത്തുമെന്നൊക്കെയുള്ള വലിയ ഭീഷണിയാണ് ഈ ഷറഫ് അലിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പണം നൽകില്ല എന്നുള്ള ഒരു ഭീഷണിയും ഈ ഷറഫ് അലിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് ഈ നിക്ഷേപകർ വ്യക്തമാക്കുന്നത്. ഈ ഇന്നോവേറ്റബിൾ മാർക്കറ്റിംഗ് എന്നുള്ള കർണാടക ആസ്ഥാനമായുള്ള ഒരു കമ്പനിയുടെ പേരിലാണ് ഈ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വ്യാപകമായി ഈ മലപ്പുറം ജില്ലയിലെ ആളുകൾ തട്ടിപ്പിനിരയാക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് തന്നെ മനസ്സിലാക്കുന്നത്. ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേരിലാണ് ഈ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം തന്നെ ആളുകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. പിന്നീട് ഈ സൂപ്പർ മാർക്കറ്റ് പൂട്ടിപ്പോവുകയും ആളുകൾക്ക് പണം ലഭിക്കാതെ വന്നൊരു സാഹചര്യം ഉണ്ടായതോടു കൂടിയാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടമുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ തരത്തിലുള്ള ഭീഷണി ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. അസ്കേൻ.